കർത്താവിൽ പ്രിയമുള്ളവരെ, കാലം ചെയ്ത അഭിമന്യ മാറപ്രേം മെത്രാപ്പോലീത്ത തിരുമേനി പൗരസ്ത്യ കൽദായ സുറിയാനി സഭയ്ക്കും സഭയുടെ മക്കൾക്കും അതോടൊപ്പം ജനങ്ങൾക്കും വേണ്ടി പരിശുദ്ധ സഭയുടെ മക്കളുടെ ആത്മീയ ജീവിതത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു മഹാപുരോഹിതനും മഹാ ഇടയനുമാണ്. അഭിമന്യ തിരുമേനിയുടെ വിശുദ്ധ പ്രാർത്ഥനാ ജീവിതവും ആഴത്തിലുള്ള ഭക്തിയും സഭാ ചരിത്രത്തിലും ആത്മീയ സംഗീതത്തോടുള്ള അമിതമായ സ്നേഹവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അന്നും അതുപോലെ തന്നെ എന്നേക്കുമായിട്ടും നമ്മെ പ്രചോദിപ്പിക്കുന്നതുമാണ്. 1980 അഭിമന്യ തിരുമേനി പ്രസിദ്ധീകരിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന 100 പാട്ടുകളടങ്ങുന്ന ഒരു സമാഹാരം നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 7 ഭക്തിഗാനങ്ങൾ നമ്മുടെ സഭയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സംഗീതജ്ഞരും അതുപോലെ തന്നെ ഗായകരും ചേർന്ന് ആലപിക്കുകയാണ് ഇത്. അത് മാറപ്രേം തിരുമേനിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട്, ഒരു ശ്രദ്ധാഞ്ജലിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുമേനിയുടെ ആത്മീയ യാത്രയ്ക്കുള്ള നമ്മുടെ ഒരു കൃതജ്ഞതയും സ്നേഹാഞ്ജലിയുമായിട്ട് മാറട്ടെ ഈ ഗീതങ്ങൾ എന്ന് ആശംസിക്കുന്നു. വാക്കുകളിലൂടെ മാത്രമല്ല, സ്വരങ്ങളിലൂടെയും സ്വർഗീയമായ ഭക്തിജ്വാല തെളിയിക്കുന്നവയാണ് ഇതെല്ലാം. ഈ ശ്രദ്ധാഞ്ജലി തിരുമേനിയെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളെ പുതുക്കുന്നതിനും തിരുമേനിയുടെ ഭക്തി ജീവിതത്തിൻ്റെ ആഴം നമ്മെ സ്പർശിക്കുകയും ചെയ്യാനായിട്ട് ഇടയാക്കട്ടെ. സംഗീതത്തിൻ്റെ വഴി തിരുമേനിയുടെ ആത്മാവിനോടൊപ്പം ദൈവത്തോട് കൂടുതൽ അടുപ്പം അനുഭവിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങളിലൂടെ ഉയരുന്ന ഈ പ്രാർത്ഥന വിശ്വസ്ത ഇടയനായിരുന്ന തിരുമേനിയുടെ പരിശുദ്ധ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിത്യ സ്മാരകമാകട്ടെ. പൊതുജന സമക്ഷം ഇത് സമർപ്പിക്കുന്നു. ഗാനങ്ങളെ, സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് പഠിച്ച തിരുമേനിയുടെ ഓർമ്മ ഇതിലൂടെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരട്ടെ. അങ്ങനെ ഒരു ശ്രദ്ധാഞ്ജലിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പൊതുജന സമക്ഷം ഇത് സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തളരാത്ത ആത്മീയാചാര്യൻ, എ ട്രിബ്യൂട്ട് ടു ഹിസ് ബിയാറ്റ്യൂഡ്, ഡോക്ടർ മാറപ്രേം മെട്രോപൊളിറ്റൻ എന്ന പരിപാടിയിലേക്ക് ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യൻ മെത്രാപൊലീത്തയും പാത്രിയാർക്ക പ്രതിനിധിയുമായിരുന്ന അഭിമന്യ ഡോക്ടർ മാറപ്രേം മെത്രാപൊലീത്ത തിരുമേനിയുടെ വേർപാട് നമ്മിലൊരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവിക ദൗത്യത്തിൻ്റെ കനൽ വഴികളിൽ നിറപുഞ്ചരിയുമായി നടന്നു നീങ്ങിയ ദൈവപുരുഷനായിരുന്നു തിരുമേനി. മുറിഞ്ഞു പോകാത്ത ആത്മബന്ധങ്ങൾ സമ്മാനിച്ച് ദൈവസന്നിധിയിലേക്ക് ചേക്കേറിയ തിരുമേനിയുടെ തൂലികയിൽ വിരിഞ്ഞ ഈരടികൾ മനുഷ്യസ്നേഹത്തിൻ്റെ സൗരഭ്യം ഇന്നും പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ സുഗന്ധം പരന്നൊഴുകി. പാട്ടെഴുത്തിലൂടെ ദൈവിക ദർശനങ്ങളെ തിരുമേനി പങ്കുവച്ചു. കടലോളം പരന്നു കിടക്കുന്ന ഒന്നായിരുന്നു തിരുമേനിയുടെ പാട്ടെഴുത്ത്. തിരുമേനി രചിച്ച 1950 പുറത്തിറക്കിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന പേരിൽ 100 പാട്ടുകളുള്ള പുസ്തകത്തിൽ നിന്നുള്ള പാട്ടുകളാണ് ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അനുഗ്രഹീത കലാകാരന്മാരിലൂടെ, ഗായകരിലൂടെ തിരുമേനിയുടെ വരികൾക്ക് ഈണം നൽകുകയാണിവിടെ. മൺമറഞ്ഞു പോയ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഗാനങ്ങൾ കാഴ്ചവെക്കുന്നു. സംഗീതോപകരണങ്ങൾ വായിക്കുന്നത്
പ്രഗത്ഭ കലാകാരന്മാരായ മിസ്റ്റർ രാജു പുത്തൂർ, മിസ്റ്റർ ആൽഫിൻ ജോൺ, മാസ്റ്റർ പ്രിയാഞ്ചൽ ജെയിൻ എന്നിവരാണ്. ക്രൂശിൽ മരിച്ചവനെ നീ സഹിച്ച കഷ്ടങ്ങളും എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഞാൻ ഓർത്തിടുന്നു എന്ന ഗാനം ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് എഴുതിയ ഗാനമാണ്. പാപം പോക്കുന്ന തിരുനണത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് മിസ്റ്റർ രാജു പുത്തൂർ, ശബ്ദം നൽകിയിരിക്കുന്നത് ആത്മീയ ഗീതങ്ങളിലൂടെ ആശ്വാസം പകരുന്ന മിസ്സിസ് റോഷിൻ ജിജി. സുവിശേഷ ദർശനങ്ങളെ മഴവില്ല് പോലെ തുന്നിച്ചേർത്ത് ആത്മീയ ജീവിതത്തിൽ തിരുമേനി ആഹ്ലാദ നൃത്തം ചവിട്ടി. തളരാത്ത പോരാട്ട വീര്യവുമായി ദൈവജനത്തിന് സ്വത്വബോധത്തിൻ്റെ വേരുകൾ സമ്മാനിച്ചു. തിരുമേനിയുടെ പാട്ടെഴുത്തിന് പ്രവാചക
സ്വരത്തിൻ്റെ മൂർച്ചയേറിയ പ്രതിധ്വനിയുണ്ട്. സ്നേഹത്തിൻ്റെ കൂടാരമായി തിരുമേനി ഭൂമിയിൽ ജീവിച്ചു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയിൽ ഇന്ന് വിശ്വാസവും നൽകുക നീ എന്ന് പാടുമ്പോൾ ക്രിസ്തുവിലൂടെ ജീവിതം തളിർക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ തിരുമേനി തിരിച്ചറിഞ്ഞു. ഈ ഗാനത്തിന് ഈണവും ശബ്ദവും നൽകുന്നത് അനുഗ്രഹീത ഗായകനും സിതാറിസ്റ്റുമായ മിസ്റ്റർ ഷെറുദ്ദീൻ തോമസ്. കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയാൽ ഇന്ന് വിശ്വാസവും നൽകുക നീ. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയാൽ ഇന്ന് വിശ്വാസവും നൽകുക നീ. ശതാധിപൻ ഭൃത്യനെയും യായിറോസിൻ മകളെയും, ശതാധിപൻ ഭൃത്യനെയും യായിറോസിൻ മകളെയും, പിറവിക്കുരുടനെയും സൗഖ്യമാക്കിയല്ലോ നീയും. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയാൽ ഇന്ന് വിശ്വാസവും നൽകുക നീ. മുടന്തരും കുരുടരും ചെകിടരും ഊമന്മാരും, മുടന്തരും കുരുടരും ചെകിടരും ഊമന്മാരും, അംഗവൈകല്യം ഉള്ളോരും സൗഖ്യം പ്രാപിച്ചെല്ലാരും. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയാൽ ഇന്ന് വിശ്വാസവും നൽകുക നീ. ലാസറിനെ നാലാം ദിനേ വീണ്ടും ജീവൻ നൽകിയോനേ, ലാസറിനെ നാലാം ദിനേ വീണ്ടും ജീവൻ നൽകിയോനേ. ജീർണതയിലെനിക്ക് നീ പുതുജീവൻ നൽകുക നീ. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ നീ, അത്ഭുത ശക്തിയാൽ ഇന്ന് വിശ്വാസവും നൽകുക നീ. ദൈവവിളിയുടെ ശക്തിയിൽ ജീവിച്ച സത്യാന്വേഷിയായിരുന്നു തിരുമേനി. ലോക ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ പാളം തെറ്റേണ്ട ഒന്നല്ല ക്രിസ്തീയ ജീവിതമെന്ന് തിരുമേനി പഠിപ്പിച്ചു. ക്രിസ്തുലാകുമ്പോൾ മനം തിരിയും, പുതിയ സൃഷ്ടിയുമായിടും ഞാനിപ്പോൾ, പുതിയ ജീവനിൽ നടക്കും ഞാനെന്നും
വാഗ്ദത്തം ഞാനിതാ ചെയ്യുന്നു എന്ന വരികളിൽ ദൈവജനത്തിൻ്റെ വഴിയാത്രകളിൽ കരുതി വയ്ക്കേണ്ട ചില പാഠങ്ങളുണ്ട്, ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ഈ വരികൾക്ക് ഈണം പകർന്നത് പ്രഗത്ഭ തബലിസ്റ്റും ഗായകനുമായ മിസ്റ്റർ ഫിലിപ്പ് വി ഫ്രാൻസിസ് ആണ്. നമ്മുടെ ഫിലിപ്പേട്ടനാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. നിനക്കായി നാഥ കണ്ണീർ എന്ന ഓഡിയോ കാസറ്റിൽ ശലഭ എന്ന ഗായിക ശബ്ദം നൽകിയ ഈ പാട്ട് ഇവിടെ മിസ്സിസ് അനു ജോസഫിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. ക്രിസ്തുമാർഗം ജീവിതത്തിൽ തെളിയിക്കുവാൻ മാറപ്രേം തിരുമേനിക്ക് സാധിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം വിട്ടുകളയുവാൻ തിരുമേനി ഒരുക്കമായിരുന്നില്ല. തിരുമേനി ഓടുകയായിരുന്നു തന്നെ പരമേൽപ്പിച്ച ദൈവിക ദൗത്യം പൂർത്തീകരിക്കുവാൻ, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക്. നിറയെ പൂക്കുന്ന പൂമരമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് തിരുമേനി ഇപ്രകാരം എഴുതിയത് എന്ന് അറിയുകയില്ല. പറയരുതേ നീ പറയരുതേ,
എന്നെ അറിയുകയില്ലെന്ന്. മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഗാനത്തിന് ഈണം നൽകി ശബ്ദം പകരുന്നത് അനുഗ്രഹീത ഗായകനായ റവറൻ നിപുൺ അറക്കൽ കശിശ. സമ്പത്തോ എനിക്കേറെയില്ല. ലോക ജീവിതത്തിൽ ഞാനിഴയല്ലോ. ലോക സമ്പത്തോ എനിക്കേറെയില്ല. ലോക ബഹുമാനങ്ങൾ ഞാൻ നേടിയില്ല. ലോകത്തിൻ കാഴ്ചയിൽ ഞാൻ മഹാനുമല്ല. ലോകത്തിൻ കാഴ്ചയിൽ ഞാൻ മഹാനുമല്ല. പറയരുതേ നീ, പറയരുതേ, അറിയുകയില്ലെന്ന്, അറിയുകയില്ല. ഉപദേശം ഞാൻ കേട്ടുവല്ലോ. നിന്റെ തിരുമാർഗേ ഞാൻ ചരിച്ചുവല്ലോ. നിന്റെ ഉപദേശം ഞാൻ കേട്ടുവല്ലോ. നിന്റെ തിരുമാർഗേ ഞാൻ ചരിച്ചുവല്ലോ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചുവല്ലോ. നിൻ വഴി ഞെരുക്കമാണെന്നറിഞ്ഞിടിലും, നിൻ വഴി ഞെരുക്കമാണെന്നറിഞ്ഞിടിലും, പറയരുതേ നീ, പറയരുതേ, അറിയുകയില്ലെന്ന്, അറിയുകയില്ലെന്ന്. പുഞ്ചിരി കൊണ്ട് ദൈവത്തിൻ്റെ രൂപത്തെ വരച്ചു തീർക്കുകയായിരുന്നു തിരുമേനി. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ആത്മീയ ആചാര്യൻ. പുഴയുടെ സംഗീതം പോലെ തിരുമേനി പരന്നൊഴുകി. എഴുതി തീരാത്ത വരികൾ പെയ്തൊഴിയാത്ത മഴമേഘങ്ങൾ പോലെ സഞ്ചരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, സമർപ്പണ ബോധത്തോടെ ദൈവകരങ്ങളിലേക്ക് തിരുമേനി പറന്നിറങ്ങുന്നു. കാൽവരി മലയിലെ കുരിശിൻ്റെ കൃപയാലും
എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ എന്ന ഗാനത്തിന് ഈണം പകരുന്നത് മിസ്റ്റർ ഷെർദിൻ തോമസ്, ശബ്ദം നൽകുന്നത് അനുഗ്രഹീത ഗായകൻ മിസ്റ്റർ അമൻ ഷെർദിൻ. ക്രൂശിന്റെ കൃപയാലും എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ. കാൽവരി മലയിലെ ക്രൂശിന്റെ കൃപയാലും എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ. പിതാവാം ആദാമിൻ്റെ നാൾ മുതൽ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം തന്നെ ക്രൂശിന്മേൽ ശുദ്ധി ചെയ്തു. പാപങ്ങളെല്ലാം തന്നെ ക്രൂശിന്മേൽ ശുദ്ധി ചെയ്തു. കാൽവരി മലയിലെ ക്രൂശിന്റെ കൃപയാലും എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ. ഞങ്ങളെ വീണ്ടെടുത്ത വിലയേറും രക്തത്തെ ഞങ്ങളെന്നും ഓർത്തിട്ടു നിന്നെ സ്തുതിച്ചിടട്ടെ. ഞങ്ങളെന്നും ഓർത്തിട്ടു നിന്നെ സ്തുതിച്ചിടട്ടെ. കാൽവരി മലയിലെ ക്രൂശിന്റെ കൃപയാലും എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ. ഞങ്ങളുടെ പാപങ്ങൾ ഓരോന്നോരോന്നായിപ്പോ മോചിച്ചിടുക ഇപ്പോൾ. സ്തോത്രം ചെയ്തിടുന്നിപ്പോൾ മോചിച്ചിടുക ഇപ്പോൾ. സ്തോത്രം ചെയ്തിടുന്നിപ്പോൾ. കാൽവരി മലയിലെ ക്രൂശിന്റെ കൃപയാലും എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിടുക ഇപ്പോൾ. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച ദൈവദാസനായിരുന്നു തിരുമേനി. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ സംരക്ഷിക്കണേ പിതാവേ, കേട്ടിടുക ഞങ്ങളുടെ പ്രാർത്ഥന ആപത്തിൻ്റെതായ നേരത്തിലും എന്ന ഗാനം രചിക്കുവാനുള്ള സന്ദർഭം തിരുമേനി സൂചിപ്പിച്ചിട്ടുണ്ട്. 1980 സെപ്റ്റംബർ 7-ാം തീയതി വിമാനയാത്രയിൽ യൂറോപ്പിന് മുകളിൽ കാറ്റിൽപ്പെട്ടപ്പോൾ ഭയാനകമായ ഒരു സാഹചര്യം മുന്നിൽ വന്നപ്പോഴാണ്
ഈ ഗാനം രചിച്ചത് എന്ന് തിരുമേനി പറയുന്നുണ്ട്. പ്രതികൂല സാഹചര്യത്തിലും ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർന്നാലും ക്രിസ്തു അരികിലുണ്ടെന്നുള്ള വിശ്വാസം തിരുമേനി കാത്തു സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ വലങ്കരത്തിൻ്റെ ശക്തിയിൽ തിരുമേനി പ്രതികൂലങ്ങളെ അതിജീവിച്ചു. ഈ ഗാനത്തിന് ഈണം പകരുന്നത് മിസ്റ്റർ രാജു പുത്തൂർ, ശബ്ദം നൽകുന്നത് മനോഹര ശബ്ദത്തിനുടമയായ മിസ്റ്റർ ലിനോ ജെൻസൺ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ സംരക്ഷിക്കണേ പിതാവേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ സംരക്ഷിക്കണേ പിതാവേ. കേട്ടിടുക ഞങ്ങളുടെ പ്രാർത്ഥന, കേട്ടിടുക ഞങ്ങളുടെ പ്രാർത്ഥന. കടലും കരയും വായുവുമെല്ലാം നിൻ നിയന്ത്രണത്തിലല്ലേ. കടലും കരയും വായുവുമെല്ലാം നിൻ നിയന്ത്രണത്തിലല്ലേ. ആകയാൽ നീ മാത്രമാണു ഞങ്ങൾക്ക് സഹായകനായിട്ടുള്ളൂ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ സംരക്ഷിക്കണേ പിതാവേ. കേട്ടിടുക ഞങ്ങളുടെ പ്രാർത്ഥന. കടലിനെ ശാസിച്ച കർത്താവേ, നീ കാറ്റിനെ ഇപ്പോൾ ശാസിക്കാം. കടലിനെ ശാസിച്ച കർത്താവേ, നീ കാറ്റിനെ ഇപ്പോൾ ശാസിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ നിന്റെ നാമത്തെ പുകഴ്ത്തിടട്ടെ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളെ സംരക്ഷിക്കണേ പിതാവേ. കേട്ടിടുക ഞങ്ങളുടെ പ്രാർത്ഥന. മതേതരത്വത്തിൻ്റെ മുഖമാണ് മാർ അപ്രേം തിരുമേനി. മത തീവ്രവാദത്തിൻ്റെയും രാഷ്ട്രീയ പകപോക്കലിൻ്റെയും പേരിൽ നരനായാട്ട് നടത്തുന്ന സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിത്തുകൾ പാകി ജനഹൃദയങ്ങളിൽ തിരുമേനി മനുഷ്യസ്നേഹിയായി. മുഖപക്ഷമില്ലാത്ത മനുഷ്യനെ തിരുമേനിയിൽ ദർശിക്കാം. മതങ്ങൾ ഒളിത്താവളങ്ങളായി മാറുമ്പോൾ മതത്തിനപ്പുറത്തേക്ക് വിശാലമായ ക്രിസ്തു സ്നേഹം പങ്കുവയ്ക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. ഭാരത രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനു വേണ്ടി തിരുമേനി അക്ഷീണം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുണയ്ക്കുക ഭാരത രാജ്യത്തെ, സൂക്ഷിക്കുക അതിന് പ്രജകളെ, ഈശ്വരവിശ്വാസിയാക്കി തീർക്കൂ ഞങ്ങളെ എല്ലാവരെയും എന്ന ഗാനത്തിന് ഈണം പകർന്നത് മിസ്റ്റർ രാജു പുത്തൂർ,
ശബ്ദം നൽകുന്നത് റവറൻ നിപുൺ അറയ്ക്കൽ കശീശ, മിസ്സിസ് റോഷ്യൻ ജിജി, മിസ്സിസ് അനു ജോസഫ്.